ഇന്ന് നമുക്ക് നല്ലൊരു വെജിറ്റേറിയൻ ഡിഷായ ഗോബി മഞ്ചൂരിയൻ തയ്യാറാക്കാം. ഇത് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. ഇതെങ്ങനെ ചെയ്യാമെന്ന് കണ്ടു നോക്കാം. ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള കോളിഫ്ലവർ ആണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ പീസുകളാക്കിയിട്ട് ചൂടുവെള്ളത്തിൽ 1 ടീസ്പൂൺ ഉപ്പും 2 നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് ഒരു 5 മിനിറ്റ് വെച്ചേക്കുക. അത് കഴിഞ്ഞിട്ട് 1-2 തവണ നല്ല വെള്ളത്തിൽ കഴുകിയെടുത്തു കഴിഞ്ഞാൽ കോളിഫ്ലവർ ക്ലീനായിട്ട് കിട്ടും. പീസുകളൊക്കെ ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ട ബാറ്റർ തയ്യാറാക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 5 ടേബിൾ സ്പൂൺ മൈദ അളന്നെടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടി ചേർക്കാം. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ മൈദ തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1/4 മുതൽ 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നത് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. നമ്മളിതിനകത്ത് മറ്റ് കളറുകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ കോളിഫ്ലവർ വറുത്തെടുക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും. ഇനി ഇത് കുറേശ്ശെ വെള്ളം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ബാറ്റർ റെഡിയായാൽ മതി. നമുക്ക് വേണമെങ്കിൽ 1 ടീസ്പൂൺ സോയാ സോസ് കൂടെ ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇത് വറുത്തെടുക്കുമ്പോൾ ചെറിയൊരു ഡാർക്ക് കളർ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനത് ഒഴിവാക്കുന്നത്. ഇനി ഇതിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവറിൽ ഒട്ടും വെള്ളമില്ലാതെ വേണം ഇതിൽ ചേർക്കാൻ, അല്ലെങ്കിൽ ബാറ്റർ ലൂസായി പോവും. അഥവാ ബാറ്റർ ലൂസ് ആണെങ്കിൽ കുറച്ച് പൊടിയൂടെ ചേർത്ത് കറക്റ്റ് കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം. ഇനി ബാറ്റർ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് 30 മിനിറ്റ് നമുക്കിത് ഫ്രിഡ്ജിലേക്ക് വെക്കാം. അത് കഴിഞ്ഞ് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയൊന്നും ഉപയോഗിക്കരുത്. ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് നമ്മളിത് വറുത്തെടുക്കേണ്ടത്. അപ്പം ഉള്ളു കറക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ഒരു 5 മിനിറ്റും കൊണ്ടൊക്കെ 2 സൈഡും നമുക്ക് മൂപ്പിച്ചെടുക്കാൻ പറ്റും. ഒരുപാട് മൂത്ത് ബ്രൗൺ നിറമൊന്നും ആകണ്ട. ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഈ രീതിയിൽ ബാക്കിയിരിക്കുന്ന കോളിഫ്ലവറോടെ 2-3 തവണയായിട്ട് വറുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് കറി റെഡിയാക്കി തുടങ്ങാം. അതിനായിട്ട് വറുത്ത എണ്ണയിൽ നിന്നും 1 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു വലിയ സവോള അരിഞ്ഞതും ഒരു അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സെല്ലറി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ സ്പ്രിംഗ് ഒനിയനും ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അതുപോലെ ഒരു പച്ചമുളകും കൂടെ ചേർത്ത് ഒരു കളർ ചേഞ്ച് ചെയ്ത് വരുന്ന പരുവത്തിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് സോസുകളൂടെ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 3 ടീസ്പൂൺ സോയാ സോസും 2 ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസും, ഗ്രീൻ ചില്ലി സോസോ റെഡ് ചില്ലി സോസോ ഏത് വേണേലും ചേർക്കാം. പിന്നെ ഒരു 3 ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വിനെഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റെഡ് ചില്ലി സോസ് ചേർക്കുകയാണെങ്കിൽ 1 ടീസ്പൂൺ വിനെഗർ മതിയാവും. അതിനൊരു അല്പം പുളി തോന്നിയിട്ടുണ്ട്. ഗ്രീൻ ചില്ലി സോസ് ആയതുകൊണ്ടാണ് ഞാൻ 1.5 ടീസ്പൂൺ വിനെഗർ ചേർത്തത്. ഇനി ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ക്യൂബ്സായിട്ട് അരിഞ്ഞ ഒരു സവോളയും 1 ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ക്രഞ്ചിനെസ് നഷ്ടപ്പെടാതെ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. ജസ്റ്റ് 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അല്പം കോൺഫ്ലവർ കലക്കിയും കൂടെ ചേർക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ അല്പം വെള്ളത്തിലൊന്ന് കലക്കി ഒഴിച്ചിരിക്കുന്നതാണ്. നമ്മൾ കറി ഒരു സെമി ഗ്രേവി ടൈപ്പായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവറൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. കോളിഫ്ലവർ ഇട്ടിട്ട് ഒരുപാട് സമയം വേവിക്കണ്ട. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി, അല്ലെങ്കിൽ അതിൻ്റെ ആ ക്രഞ്ചിനെസ് ഒക്കെ നഷ്ടപ്പെട്ടു പോകും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രിംഗ് ഒനിയൻ ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വയ്ക്കാം. അങ്ങനെ നമ്മുടെ ഗോബി മഞ്ചൂരിയൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് പുലാവിൻ്റെ കൂടെയും അതുപോലെ ചപ്പാത്തി, നാൻ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.